നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ 4ാമത്തെ ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലോകത്തിൽ നടക്കുന്ന റിയാക്ഷനുകളെല്ലാം ഒരേ സ്പീഡിലല്ല നടക്കുന്നത്. അപ്പോൾ ഒരു റിയാക്ഷൻ പല റിയാക്ഷനുകളും നടക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് പലതാണ്. ഇപ്പൊ സ്പീഡിന് പകരം കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് റേറ്റ്. അപ്പൊ എല്ലാ റിയാക്ഷനുകളുടെ റേറ്റ് ഒരുപോലെയല്ല. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ റിയാക്ഷനുകൾക്കും ഒരുപോലെയല്ല. ഇനി റിയാക്ഷനുകളെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. റിയാക്ഷന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, നമ്പർ ഓഫ് മോൾസ്, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ, പിന്നെ റേഡിയേഷൻ, ഇതെല്ലാം റിയാക്ഷന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതിനെ പറ്റിയുള്ള പഠനവും കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ റിയാക്ഷൻ നടക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് മെക്കാനിസം എന്ന് പറയും. റിയാക്ഷൻ നടക്കുന്ന രീതി, മെക്കാനിസത്തിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ഏത് തന്നെയാണ്? കെമിക്കൽ കൈനറ്റിക്സ് തന്നെയാണ്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് is a branch of chemistry deals with the study of rate of reaction, factors affecting the rate of reaction and mechanism of reaction. റിയാക്ഷന്റെ റേറ്റിനെ പറ്റി, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി, റിയാക്ഷൻ നടക്കുന്ന രീതിയെ പറ്റി എല്ലാം പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ് എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി റേറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ എ ഗീവ്സ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ എടുക്കുകയാണ്. ഇവിടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് എ ആണ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ബി ആണ്. അപ്പൊ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുകയാണ്. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ എന്ന വാക്കിനർത്ഥം അളവ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ റേറ്റ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ divided by time taken. Decrease in concentration divided by time taken. അല്ലെങ്കിൽ നമുക്ക് ബി എ ബേസ് ചെയ്താണ് പറയുന്നത്, പ്രൊഡക്റ്റിനെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം: ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയാം. ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയാം. അതായത് എയുടെ അളവിലുണ്ടായ കുറവ് ഡിവൈഡ് ബൈ അത് കുറയാനെടുത്ത സമയം, ബിയുടെ അളവിലുണ്ടായ കൂടുതൽ ഡിവൈഡ് ബൈ അത് കൂടാനെടുത്ത സമയം. ഇതാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് നമുക്ക് വേറെ ഇതിന്റെ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എയുടെ കോൺസെൻട്രേഷനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് കൊടുത്തു, അതിലുണ്ടായ ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എന്ന് കൊടുത്തു. അപ്പൊ ഡെൽറ്റ എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ഡെൽറ്റ ടി. ഡെൽറ്റ ഓഫ് റിയാക്ടന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത്. റിയാക്ടന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ മൈനസ് കൊടുക്കും. ഇനി പ്രോഡക്റ്റിന്റെ ബേസ് ആണ് പറയുന്നെങ്കിലോ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ബിയുടെ അളവ് റിയാക്ഷൻ നടക്കുമ്പോൾ ബിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കട്ടെ, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ എന്ത് കൊടുക്കും? പ്ലസ് ചിഹ്നം കൊടുക്കും. പ്രോഡക്റ്റിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി പ്ലസ് ചിഹ്നവും കൊടുക്കും, റിയാക്ടിന്റെ അളവ് കുറയുന്നു കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ എന്ത് ചിഹ്നവും കൊടുക്കും? മൈനസ് ചിഹ്നവും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെ റേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരായിട്ട്, റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ, കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് അതെന്ന് പറയുന്നത് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ്, യൂണിറ്റ് ഓഫ് റേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇതാണ് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷൻ തന്നിട്ട് ഈ റേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് കേട്ടോ, ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ RAV എന്ന് പറയും. ഇനി വേറെ റേറ്റ് ഉണ്ട് കേട്ടോ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് ഉണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ inst എന്നാണ് കാണിക്കുന്നത്, RINST എന്നാണ് കാണിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റിയാക്ഷന്റെ റേറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഒരു പർട്ടിക്കുലർ സെക്കൻഡ്, അതായത് ടൈം വളരെ വളരെ കുറയുമ്പോൾ ഉള്ള റിയാക്ഷന്റെ റേറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതായത് എക്സ് എന്ന് പറയുന്നത് റിയാക്ടന്റ് ആവാം, പ്രൊഡക്റ്റും ആവാം. റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവിലുണ്ടായ ചേഞ്ച് ബൈ അത് ഉണ്ടാകേണ്ട സമയം. ഈ സമയം എന്തിനോട് അടുക്കുന്നു എന്ന് പറയാണ്? സീറോയോട് അടുക്കുന്നു എന്ന് പറയണം. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ കാണിക്കാം, dx ബൈ dt. അതായത് സ്മാൾ ചേഞ്ച്, ഡി എന്ന് പറഞ്ഞാൽ സ്മാൾ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സ്മാൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്
കോൺസെൻട്രേഷൻ, സ്മാൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടന്റും ആവാം പ്രൊഡക്റ്റും ആവാം. എക്സ് എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ അളവാകും പ്രൊഡക്റ്റിന്റെ അളവാകും. അതിന്റെ അളവിലുണ്ടായ ചേഞ്ച് ബൈ അതുണ്ടാകുന്ന സമയം dx by dt ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് വഴിയാണ്. ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ കോൺസെൻട്രേഷനും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ കിട്ടുമല്ലോ, ആ ലൈനിന്റെ സ്ലോപ്പ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് വഴിയാണ്. കോൺസെൻട്രേഷൻ അഗൈൻസ്റ്റ് ടൈം നമ്മൾ ഗ്രാഫ് വരയ്ക്കും. വൈ ആക്സിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിൽ ടൈം വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ കിട്ടും. ആ ലൈനിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതായത് N2 + 3H2 gives 2NH3. ഇവിടെ ആവറേജ് റേറ്റ് എഴുതാൻ പറയണം. അപ്പൊ നമുക്ക് N2നെ ബേസ് ചെയ്ത് അത് എഴുതി നോക്കാം. കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ആണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ N2ന്റെ കോൺസെൻട്രേഷനെ സ്ക്വയർ ബ്രാക്കറ്റ് N2 എന്ന് കൊടുക്കാം. അതിന്റെ ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എന്ന് കൊടുക്കും, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ H2 അല്ലേ ഉള്ളൂ, സൈഡിലത്തെ നമ്പർ ഇപ്പൊ നോക്കണ്ട, ഇവിടെ H2 അല്ലേ ഉള്ളത്. അപ്പോൾ H2 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇടുക, ഫ്രണ്ടിൽ എന്ത് കൊടുക്കുക, ഡെൽറ്റ കൊടുക്കുക, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം, ഇവിടെ NH3 അല്ലേ ഉള്ളൂ, അപ്പൊ ഡെൽറ്റ ഓഫ് NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സൈഡിലുള്ള നമ്പർ 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സൈഡിൽ ഒരു നമ്പറും ഇല്ല, അപ്പൊ ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഇവിടെ സൈഡിൽ H2ന്റെ സൈഡിൽ 3 ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സൈഡിൽ നമ്പർ 2 അല്ലേ ഉള്ളത്, സോ ഇതിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി റിയാക്ടന്റ് ആണെങ്കിൽ ഫ്രണ്ടിൽ ചിഹ്നം മൈനസ് കൊടുക്കണം, കാരണം കോൺസെൻട്രേഷൻ കുറയാണ്. റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടും. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയുമെന്ന് കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു ഇത് N2 റിയാക്ടന്റ്, H2 റിയാക്ടന്റ് അല്ലേ, അപ്പൊ N2ന്റെ സൈഡിൽ മൈനസ് കൊടുക്കണം, H2ന്റെ സൈഡിൽ മൈനസ് കൊടുക്കണം. NH3 പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ പ്ലസ് കൊടുക്കണം. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ ഡെൽറ്റയ്ക്ക് പകരം ഡി എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചത്, അതായത് -dN2/dt is equal to -1/3 into dH2 divided by dt is equal to +1/2 into dNH3 divided by dt. ഓക്കെ അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം, വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ നിങ്ങളടുത്ത് പറയാണ് N2 + O2 gives 2NO. ഇതിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും നിങ്ങളുടെ അതിന്റെ രണ്ടിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ആവറേജ് എഴുതി നോക്കാം. എങ്ങനെ എഴുതും? N2ന്റെ കോൺസെൻട്രേഷൻ N2, അതിന്റെ കോൺസെൻട്രേഷൻ, അതിനുണ്ടായ ചേഞ്ച് ഡെൽറ്റ N2 ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി. ഇനി O2ന്റെ കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് O2, അതിന്റെ ചേഞ്ച് ഡെൽറ്റ O2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇനി NOയുടെ കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് NO, അതിലെ ചേഞ്ച് ഡെൽറ്റ NO ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അല്ലേ? ഇനി റിയാക്ടന്റ് ആണെങ്കിൽ സൈഡിൽ നമ്പർ ഉണ്ടോ? ഇവിടെ ഇല്ല, O2ന്റെ സൈഡിലും ഇല്ല, NOയുടെ സൈഡിൽ 2 ഉണ്ട്, സോ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. N2 റിയാക്ടന്റ് ആണ്, O2 റിയാക്ടന്റ് ആണ്, സോ അതിന്റെ രണ്ടിന്റെ സൈഡിൽ മൈനസ് കൊടുക്കാം. NO പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം, പ്ലസ് കൊടുക്കണം. ഇനി ഈ ഡെൽറ്റയ്ക്ക് പകരം ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആവും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അപ്പൊ എങ്ങനെ എഴുതാം? -dN2 divided by dt is equal to -dO2 divided by dt is equal to +1/2 into dNO divided by dt. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ലാ ആണ് കേട്ടോ. റേറ്റ് ലാ ആണ് പഠിക്കാനുള്ളത്. എന്താണ് റേറ്റ് ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AA + BB gives പ്രൊഡക്റ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ എടുക്കുകയാണ്. AA + BB gives പ്രൊഡക്റ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ എടുക്കുകയാണ്. ഈ റിയാക്ഷൻ നടക്കുന്ന സ്പീഡ് കാണുമല്ലോ, അതിനെ നമുക്ക് R എന്ന് കൊടുക്കാം. ആ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ലാ പറയുന്നത് എങ്ങനെയാണ്, ഇപ്പൊ എയുടെ ഇവിടുത്തെ അളവിനെ സ്ക്വയർ ബ്രാക്കറ്റ് A എന്ന് കൊടുക്കാം, കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് കൊടുക്കാം. ബിയുടെ ഇവിടുത്തെ അളവിനെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് B എന്ന് കൊടുക്കാം. അപ്പോൾ റേറ്റ് ലാ പറയുന്നത് ഇങ്ങനെയാണ്, ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ റിയാക്ഷൻ നടക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണ്? ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഫോർ എനി റിയാക്ഷൻ റേറ്റ് is directly proportional to product of molar concentration of reactants.
ഇതിന്റെ ഒരു പവർ കാണും, എക്സ് വൈ എന്ന് പറയുന്ന ഒരു പവർ കാണും. ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സൈഡിലത്തെ നമ്പർ എക്ക് തുല്യമാവാം, തുല്യമാവാതിരിക്കാം. അത് എക്സ്പെരിമെന്റ് വഴി നമ്മൾ പറയണേ. ഇവിടെ ഒരു വൈ എന്ന് പറയുന്ന പവർ ഇല്ല, അത് ബി എന്ന് പറയുന്ന ടേമിന് ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കും. ഓർത്തോളുക, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഏതൊരു റിയാക്ഷന്റെയും റേറ്റ് എന്ന് പറയുന്നത് അതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് മാത്രമല്ല, സൈഡിലത്തെ നമ്പർ എന്തായിട്ട് എഴുതിയിരിക്കണം? സൈഡിലത്തെ നമ്പർ ഇക്വേഷൻ എഴുതുമ്പോൾ സൈഡിലത്തെ നമ്പർ ഇല്ലേ, ആ നമ്പർ പവറായിട്ട് വരാതിരിക്കാം. അത് എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആർ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ വലതുവശത്ത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ എന്ന് എഴുതി കൂടെ നമുക്ക്? ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ എന്ന് എഴുതി കൂടെ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ വലതുവശത്ത് കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. കെ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. കെ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. യൂണിറ്റ് ഓഫ് കെ അറിഞ്ഞിരിക്കണം. യൂണിറ്റ് ഓഫ് കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, എന്താണ് n എന്ന്? n എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ n ഈസ് കാൾഡ് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഡൗട്ട് വരും, എന്താണ് ഓർഡർ? അതായത് ഇവിടെ നമ്മൾ എക്സ്പ്രഷൻ ഒരു റേറ്റിന്റെ ഇക്വേഷൻ എഴുതിയിട്ടില്ലേ, അതിന്റെ പവറുകൾ, അതിലെ കോൺസെൻട്രേഷന്റെ പവറുകളില്ലേ, ആ പവറുകൾ കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ് ഓർഡർ. അപ്പൊ ഓർഡർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ഓർഡർ എന്താന്ന് മനസ്സിലായോ? ഓർഡർ എന്ന് പറയുന്നത് ഈ റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതി വരുമ്പോൾ ഇക്വേഷൻ ഇല്ലേ, അതിന്റെ കോൺസെൻട്രേഷനുകളുടെ പവറുകൾ കൂട്ടുമ്പോൾ ഒരു നമ്പർ കിട്ടും, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്നത് 0 വരാം, 1 വരാം, 2 വരാം, ഫ്രാക്ഷൻസും ഒക്കെ വരാം കേട്ടോ. 0യും 1ഉം 2ഉം ഫ്രാക്ഷൻസും എല്ലാം വരാം. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. കാരണം ഇത് പറയുന്നത് എക്സ്പെരിമെന്റ് വഴിയാണ്, നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത് എക്സ്പെരിമെന്റ് വഴിയാണ്, ഈ പവറുകൾ എഴുതുന്നത് എക്സ്പെരിമെന്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇതിന് 0യും 1ഉം 2ഉം ഒക്കെ വരാം. 0 ആണ് ഓർഡർ വരുന്നതെങ്കിൽ അത് 0 ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. 1 വരുന്നതെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. 2 വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഹാഫ് വരെയാണെങ്കിൽ ഹാഫ് ഓർഡർ റിയാക്ഷൻ എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആർ ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു 1/2 ഇൻറ്റു ബി റൈസ് ടു 3/2 ആണെങ്കിൽ, ബി റൈസ് ടു 3/2 ആണെങ്കിൽ ഓർഡർ എത്ര? സിമ്പിൾ ആണ്, 1/2 പ്ലസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ കെ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണെന്ന് ഓർത്തോളുക. മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. n എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ആണ്. ഇനി നമ്മള് കെയുടെ യൂണിറ്റ് പറഞ്ഞായിരുന്നു, എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ ഇവിടെ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കെയുടെ യൂണിറ്റ് എന്തോ വരും? 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോ എന്നിന്റെ അവിടെ 0 കൊടുക്കണം. അപ്പൊ എന്താവും? കെ ഇസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 മൈനസ് 0, ലിറ്റർ റേസ് ടു 0 മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ എന്ത് കിട്ടും? മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ n എന്ന് പറയുന്ന ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ കെയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് ഓഫ് കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? യൂണിറ്റ് ഓഫ് കെ എങ്ങനെ കണ്ടുപിടിക്കും? മോൾ റേസ് ടു 1 മൈനസ് 1, ലിറ്റർ റേസ് ടു 1 മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അപ്പൊ മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, സെക്കൻഡ് റേസ് ടു മൈനസ് 1. അതായത് ഈസ് ഈക്വൽ ടു സെക്കൻഡ് റേസ് ടു എന്തായിരിക്കും ഇവിടെ? മൈനസ് 1 ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഓർഡർ റിയാക്ഷന്റെ വേണോ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അടുത്തൊരു ടേം ഉണ്ട് കേട്ടോ. ഓർഡർ പോലെ നമുക്ക് അടുത്തൊരു ടേം ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണും, മോളിക്കുലാരിറ്റി. എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി. അത് നമ്മൾ ഇക്വേഷനിൽ നിന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, N2 പ്ലസ് O2 ഗീവ്സ് 2NO. ഇവിടെ ഒരു N2 ഒരു O2 അല്ലേ റിയാക്ട് ചെയ്യണേ, അപ്പൊ മോളിക്കുലാരിറ്റി 1 + 1 2. ക്ലിയർ അല്ലേ? ഇപ്പോ NH4NO2 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് N2 + 2H2 ഉണ്ടാവുന്നു.
ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്ര? ഇവിടെ 1 NH4NO2 അല്ലേ റിയാക്ടന്റ് ഉള്ളൂ. അപ്പൊ എത്ര റിയാക്ടന്റ് ആണ് ഉള്ളത് അതാണ് മോളിക്കുലാരിറ്റി. ഇവിടെ 1 NH4NO2 അല്ലേ ഉള്ളൂ. സോ മോളിക്കുലാരിറ്റി 1. ഇനി 2SO2 plus O2 gives 2SO3. ഇവിടുത്തെ മോളിക്കുലാരിറ്റി എത്ര? ഇവിടെ 2 SO2 ഇവിടെ ഒരു O2 അല്ലേ ഉള്ളൂ. ടോട്ടൽ എത്ര? 2 + 1 എത്ര? 3. അപ്പൊ മോളിക്കുലാരിറ്റി 0 വരുമോ? മോളിക്കുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റിയാക്ടന്റ് മോളിക്യൂളുകളുടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണം അല്ലേ മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി 0 വരുമോ? ഒരു കാരണവശാലും വരത്തില്ല. കാരണം മോളിക്കുലാരിറ്റി 0 വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ടന്റ് മോളിക്യൂൾ ഇല്ല എന്നാണ് അർത്ഥം. മോളിക്കുലാരിറ്റി 0 വരത്തില്ല. മോളിക്കുലാരിറ്റി 0 വന്നു കഴിഞ്ഞാൽ റിയാക്ടന്റ് മോളിക്യൂൾ അവിടെ ഇല്ല, റിയാക്ഷൻ അവിടെ ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ മോളിക്കുലാരിറ്റി ഒരു കാരണവശാലും 0 വരത്തില്ല. ഫ്രാക്ഷൻ വരുമോ? ഫ്രാക്ഷനും വരൂല. C+½ O2 gives CO. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഒരു ഇക്വേഷന്റെ ഇവിടെ 1 ഇവിടെ ആരാ? അപ്പൊ 1.5 അല്ലേ മോളിക്കുലാരിറ്റി? പക്ഷെ ഈ ഇക്വേഷൻ തെറ്റാണ്. ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ കറക്റ്റ് ബാലൻസ് ഇക്വേഷൻ 2C + O2 gives 2CO എന്നാണ്. ഇതാണ് കറക്റ്റ്. നമ്മൾ ഈ അര മുക്കാലൊക്കെ ഇടുന്നത് ബാലൻസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇടാൻ പാടില്ല. പക്ഷെ ഇതാണ് കറക്റ്റ് ബാലൻസ് ഇക്വേഷൻ. ഇപ്പൊ മോളിക്കുലാരിറ്റി എത്ര? ഇവിടെ 2 കാർബണും ഒരു O2 അല്ലേ? മോളിക്കുലാരിറ്റി 2 + 1 എത്ര? 3. അപ്പൊ മോളിക്കുലാരിറ്റി ഒരു കാരണവശാലും ഓർത്തോളുക, മോളിക്കുലാരിറ്റി ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. മോളിക്കുലാരിറ്റി ഇക്വേഷനിൽ നിന്നാണ് എഴുതുന്നതുകൊണ്ട് നമ്മൾ തിയറിയിൽ നിന്നാണ് എഴുതുന്നത്, നമ്മൾ ഇക്വേഷനിൽ നിന്നാണ് എഴുതുന്നത്. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. മോളിക്കുലാരിറ്റി 0 വരില്ല. പിന്നെ ഫ്രാക്ഷൻ ഒന്നും വരത്തില്ല. 1, 2, 3 ഇങ്ങനെയുള്ള വിലകൾ മാത്രമേ വരൂ. ക്ലിയർ അല്ലേ? അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഇക്വേഷനിൽ നിന്ന് പറയുന്ന ടേം ആണ്. ഇനി മോളിക്കുലാരിറ്റി 1 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കും. മോളിക്കുലാരിറ്റി 1 ആണ് വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കും. മോളിക്കുലാരിറ്റി 2 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പേരെന്ത് വിളിക്കും? ബൈമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കും. മോളിക്കുലാരിറ്റി 3 ആണ് വരുന്നതെങ്കിൽ ട്രൈമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കും. മോളിക്കുലാരിറ്റി മാക്സിമം ഒരു 3 വരെയൊക്കെ പോകത്തുള്ളൂ. മാക്സിമം 3 വരെയൊക്കെ മോളിക്കുലാരിറ്റി പോകത്തുള്ളൂ. കാരണം 4 മോളിക്യൂളുകൾ ഒരുമിച്ച് കൂട്ടിമുട്ടി പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ എത്ര മോളിക്യൂൾ ആണോ റിയാക്ഷനിൽ കൂട്ടിമുട്ടുന്നത് അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓർഡർ മോളിക്കുലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ ഉണ്ട്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ ഹയർ 2, 3, 4 ഒക്കെ ഓർഡർ വരുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ ഓർഡർ 1 ആയിരിക്കും. ഹയർ ഓർഡർ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ റിയാക്ഷൻ എക്സ്പെരിമെന്റ് വഴി നമുക്ക് കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന്റെ ഓർഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷനുകളെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സ്പെരിമെന്റ്സ് വിച്ച് ആർ അസ്യൂംഡ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി യൂസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഹയർ ഓർഡർ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഫസ്റ്റ് ഓർഡർ ആയിരിക്കുകയും ചെയ്യുന്ന റിയാക്ഷൻ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്, എസ്റ്ററിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്. എസ്റ്റർ എന്ന് പറയുമ്പോൾ COO ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് ആണ്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ. ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നതും ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സൂക്രോ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി ഹാഫ് ലൈഫ് എന്താണെന്ന് അറിയണം. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ അറിയണം. ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ K is equal to 2.303 divided by T into log A0 divided by A. T എന്ന് പറയുന്നത് ടൈം ആണ്. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. A0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതായത് A എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ തുടക്കത്തിലുള്ള അളവ്, റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അളവ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ. അപ്പൊ A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, A എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അറിയണം. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് T½ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്ടന്റിന്റെ തുടക്കത്തിൽ റിയാക്ടന്റ് 100 ഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പൊ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിയാക്ടന്റ് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ റിയാക്ടന്റ് തുടക്കത്തിൽ ഒരു 100 ഗ്രാം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ആ 100 ഗ്രാം എന്നുള്ളത് 50 ഗ്രാം ആയിട്ട് മാറി. അതായത് റിയാക്ടന്റ് അളവ് 100-ൽ നിന്ന് 50-ലോട്ട് മാറാൻ, 100-ൽ നിന്ന് 50-ലോട്ട് മാറി എന്ന് വെച്ചാൽ പകുതിയായില്ലേ.
അപ്പൊ റിയാക്ടന്റ് അളവ് പകുതിയാകാൻ എത്ര സമയമാണ് എടുത്തത്? 5 മിനിറ്റ് അല്ലേ എടുത്തത്? അതായത് ആ 5 മിനിറ്റ് ആണ് അവിടുത്തെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഹാഫ് ലൈഫ്? ഹാഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ അളവ് തുടക്കത്തിലുള്ള അളവിന്റെ പകുതിയാകാൻ എത്ര സമയം എടുക്കും, അതാണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ലൈഫ്. റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിയാക്ടന്റ് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ റിയാക്ടന്റ് അളവ് കുറഞ്ഞ് പകുതിയാകാൻ എത്ര സമയമാണോ എടുക്കുന്നത്, അതാണ് ആ റിയാക്ഷന്റെ എന്തെന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ടി ഹാഫ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി ഹാഫില് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ കെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2.303 ടി ഇൻറ്റു ലോഗ് A0 ബൈ എ ആണ്. ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.693 ബൈ കെ. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ കെ ഇസ് ഇക്വൽ ടു A0 മൈനസ് എ ബൈ ടി. A0 മൈനസ് എ ഡിവൈഡഡ് ബൈ ടി. A0 മൈനസ് എ ഡിവൈഡഡ് ബൈ ടി. ഇതാണ് സീറോ ഓർഡറിന്റെ ഇക്വേഷൻ. സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A0 ബൈ 2k. അപ്പൊ സീറോ ഓർഡറിന്റെ കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടി ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്തോളൂ. കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A0 മൈനസ് എ ബൈ കെ. ടി ഹാഫ് ഇസ് ഇക്വൽ ടു A0 ബൈ 2k. ഇനി ഹാഫ് ലൈഫ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. റിയാക്ഷന്റെ റേറ്റ് പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫസ്. അതായത് ഇപ്പൊ അമോണിയ ഡീകമ്പോസ് ചെയ്ത് N2 H2 ആയിട്ട് മാറും. 2NH3 gives N2 plus 3H2 എന്ന് പറയുന്ന റിയാക്ഷൻ പ്ലാറ്റിനം സർഫസിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അമോണിയ ഡികമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനും ആകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷനാണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് റിയാക്ഷനുകളെല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. റേഡിയേഷനുകൾ എമിറ്റ് ചെയ്യുന്ന റിയാക്ഷനുകളെല്ലാം ആൽഫ റേഡിയേഷനുകൾ, ബീറ്റ റേഡിയേഷനുകൾ, ഗാമ റേഡിയേഷനുകൾ എമിറ്റ് ചെയ്യുന്ന എല്ലാ റിയാക്ഷനുകളും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുകളാണ്. അത് മാത്രമല്ല ഹൈഡ്രോജിനേഷൻ ഓഫ് എത്തീൻ എന്ന് പറയുന്നതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എത്തീന്റെ ഫോർമുല C2H4 ആണ്. ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യും. സോ C2H6 ആവും. C2H6 എന്ന് പറയുന്നത് എന്താണ്? ഈതൈൻ ആണ്. C2H4 എന്ന് പറയുന്നത് എന്താണ്? ഈത്തീൻ ആണ്. അപ്പൊ ഈത്തീനെ ഈതൈൻ ആക്കുന്ന റിയാക്ഷൻ എല്ലാം ഏത് റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ഓർത്ത് വെച്ചേക്കുക. സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിളും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിളും ഓർത്ത് വെച്ചേക്കുക. ഇനി അപ്പൊ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡർ മാത്രമല്ല നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. വേറെ ഏത് റിയാക്ഷൻ, ഇപ്പൊ സെക്കൻഡ് ഓർഡർ വരാം, തേർഡ് ഓർഡർ വരാം, ഫോർത്ത് ഓർഡർ ഒക്കെ വന്നൂടെ. അപ്പൊ അതിന്റെയൊക്കെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. N-1 KT is equal to 1 by A raised to N-1 minus 1 by A0 raised to N-1. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ആയിരിക്കും. അപ്പൊ ജനറൽ എക്സ്പ്രഷൻ രണ്ട് മുതൽ മുകളിലോട്ടുള്ള ഹയർ ഓർഡർ റിയാക്ഷനുകളുടെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് N-1 KT is equal to 1 by A raised to N-1 minus 1 by A0 raised to N-1, where N is called order. ഇപ്പൊ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 2 ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ 2 കൊടുത്തു നോക്കൂ. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ 1 തന്നെ വരും അല്ലേ? KT is equal to 1 by A raised to 2 minus 1 അല്ലേ വരുന്നത്? മൈനസ് 1 by A0 raised to 2 ആണ് വരുന്നെങ്കിൽ 2 minus 1. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 2 minus 1 എന്ന് പറയുമ്പോൾ 1. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ഓർഡർ ആണെങ്കിൽ തേർഡ് ഓർഡറിന്റെ ആകുമ്പോൾ N is equal to 3 ആവും. അപ്പൊ ഇവിടെ 2 KT is equal to 1 by A raised to 3 minus 1 എന്നുള്ളത് എന്താ അവിടെ? 2 minus 1 by A0 square എന്നാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓർഡറിന്റെ സീറോ ഓർഡറിന്റെയോ ഏത് ഓർഡർ, ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും പഠിച്ചു വയ്ക്കണം. ബാക്കി എല്ലാ ഓർഡറും നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറയാം. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by A0 raised to N-1 ആയിരിക്കും. ഏതൊരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by A0 raised to N-1 ആയിരിക്കും. അതായത് ഇപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് വെച്ചു. സീറോ ഓർഡർ ആകുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1 by A0 raised to 0 minus 1.
0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? -1 മുകളിൽ പോകുമ്പോൾ എന്താവും? +1 ആവൂലേ? അതായത് ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 എന്ന് എഴുതി കൂടെ? ക്ലിയർ ആണേ? S0 0 മൈനസ് 1 എന്ന് പറയുന്നത് -1. അപ്പോൾ R0 -1 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ A0 ആവും. അതായത് 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A0 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള എയുടെ കോൺസെൻട്രേഷൻ അല്ലേ, അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, n = 1 ആയിരിക്കില്ലേ? അപ്പോൾ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അതായത് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പറയുമ്പോൾ അവിടെ A0യുടെ ടേം ഒന്നും വരൂല. അതായത് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് എഴുതുമ്പോൾ 0.693/K എന്നല്ലേ വരുന്നത്. അവിടെ A0യുടെ ടേമുകൾ എന്തെങ്കിലും A0യുടെ ടേമുകൾ വരുന്നുണ്ടോ? പക്ഷെ നമ്മൾ 0 ഓർഡർ റിയാക്ഷൻ എഴുതുമ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു A0/2K എന്നല്ലേ എഴുതുന്നത്. അതായത് ഹാഫ് ലൈഫ് A0 ഡിപ്പെൻഡ് ചെയ്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാഫ് ലൈഫ് A0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ A0 ടൈം വരില്ല. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡറും ഹാഫ് ലൈഫും ഓരോ ഓർഡർ റിയാക്ഷൻസ് എടുക്കുമ്പോഴും അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ കുറച്ച് ഗ്രാഫുകൾ പഠിക്കണം കേട്ടോ. ഇപ്പൊ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിൽ കോൺസെൻട്രേഷനും വൈ ആക്സിൽ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഓർത്തോളുക. റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പാരലൽ ലൈൻ കിട്ടും. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ വരയ്ക്കുമ്പോൾ ഒരു പാരലൽ ലൈൻ കിട്ടും. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ പാരലൽ ലൈൻ ടുവേർഡ്സ് എക്സ് ആക്സിസ് കിട്ടും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ വരയ്ക്കുമ്പോൾ ഒരു മുകളിലോട്ട് പോണ ലൈൻ കിട്ടും. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ സ്ക്വയർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. കോൺസെൻട്രേഷൻ സ്ക്വയർ കാരണം റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സെക്കൻഡ് പവർ ഓഫ് കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. അവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇനി തേർഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എളുപ്പമാണ്. റേറ്റ് അഗെയിൻസ്റ്റ് അതുവരെ നമുക്ക് ചോദിക്കത്തുള്ളൂ. റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ക്യൂബ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യൂബ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ ഇത് ഓർത്തോണം. റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പാരലൽ ലൈൻ കിട്ടുന്നത് 0 ഓർഡറിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും കൂടി വരിക. ഇനി നമുക്ക് 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതായത് നമ്മൾ നേരത്തെ K = എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ല, ആ ഇക്വേഷനിൽ നിന്ന് വരയ്ക്കുന്ന കുറച്ച് ഗ്രാഫുകളുണ്ട്. ഇപ്പൊ 0 ഓർഡർ ആണെങ്കിൽ റിയാക്ടന്റ് എ, കോൺസെൻട്രേഷൻ ഓഫ് എ അഗെയിൻസ്റ്റ് ടൈം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ അഗെയിൻസ്റ്റ് ടൈം, നേരത്തെ നമ്മൾ റേറ്റാ വരച്ചല്ലേ, ഇപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ അഗെയിൻസ്റ്റ് ടൈം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരണ ഒരു ലൈനാണ് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ ലോഗ് എ വേഴ്സസ് ടൈം ആണ് വരയ്ക്കുന്നത്. അപ്പോഴും നമുക്ക് താഴോട്ട് വരുന്ന ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ 1/A അഗെയിൻസ്റ്റ് ടൈം ആയിരിക്കും വരയ്ക്കുന്നത്. കാരണം നമ്മൾ സെക്കൻഡ് ഓർഡറിന്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ അവിടെ ഒരു 1/A എന്ന് വന്ന ടൈം വരും. ആ 1/A അഗെയിൻസ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, പക്ഷെ 0 നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 നിന്ന് നേരെ പോണ ലൈനല്ല, ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ തേർഡ് ഓർഡറിന്റെ ആണ് വരയ്ക്കണമെങ്കിൽ തേർഡ് ഓർഡറിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ വരയ്ക്കുമ്പോൾ 1/A ആണ് എടുക്കുന്നത്. തേർഡ് ഓർഡറിന്റെ വരയ്ക്കുമ്പോൾ 1/A² ഗ്രാഫ് ആയിരിക്കും ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. 1/A² അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ല, ഇതിൽ നിന്ന് കുറച്ച് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഗ്രാഫുകളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് ഏത് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ഹാഫ് ലൈഫിന്റെ ഗ്രാഫുകൾ ഉണ്ട് കേട്ടോ. 0 ഓർഡർ ആണെങ്കിൽ അതായത് കോൺസെൻട്രേഷൻ
against half life നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/0 raised to n - 1 എന്ന് പറഞ്ഞില്ല, ആ ഇക്വേഷൻ വെച്ച് വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും ടി ഹാഫ് വൈ ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഹാഫ് ലൈഫും കോൺസെൻട്രേഷനും ഹാഫ് ലൈഫും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടി ഹാഫ് എഗൈൻസ്റ്റ് 1/a ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. 1/a ഗ്രാഫ് വരയ്ക്കും. ഇവിടെ എല്ലാം കോൺസെൻട്രേഷൻ എ ആണ്, റിയാക്ടന്റെ അളവ് അതേപോലെ എടുക്കുകയാണ്. ഇവിടെ 1/a എഗൈൻസ്റ്റ് ടി ഹാഫ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോഴും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിയത് സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ. തേർഡ് ഓർഡർ റിയാക്ഷനിലാവുമ്പോൾ ടി ഹാഫ് വൈ ആക്സിസിലും കോൺസെൻട്രേഷൻ 1/a² ആണ് എടുക്കുന്നത്. അപ്പോഴും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അപ്പൊ ഇത്രയും നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഗ്രാഫുകൾ. ഇത്രയും ഗ്രാഫുകളാണ് അവിടെ വരുന്നത്. ഇനി അറീനിയസ് ഇക്വേഷൻ ഉണ്ട്. ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. റിയാക്ഷന്റെ റേറ്റ് എന്ന സ്പീഡ്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്പീഡ് കൂടും നിങ്ങൾക്ക് അറിയാമല്ലോ. ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി ഇപ്പൊ നടക്കണേന്ന് ഒരു 10 ഡിഗ്രി കൂട്ടി കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് അങ്ങ് ഡബിൾ ആവും എന്നാണ് പറയുന്നത്. അത് പറയുന്നത് അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അറീനിയസ് ഇത് പറഞ്ഞത് ഏതിൽ നിന്നാണെന്ന് അറിയോ? അറീനിയസ് ഇക്വേഷനിൽ നിന്നാണ് ഇത് പറയുന്നത്. അറീനിയസ് ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ K = A × e⁻ EA/RT എന്ന് പറയുന്ന ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. K = A × e⁻ K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. E എന്ന് പറഞ്ഞാൽ ലോഗരിതത്തിന്റെ ബേസ് ആണ്. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നത് ലോഗരിതത്തിന്റെ ബേസ് ആണ്. R എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. E എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി. E എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേഷൻ എനർജി. E എന്ന് പറയുന്ന ആക്ടിവേഷൻ എനർജി. A എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ ആണ് കേട്ടോ. അറീനിയസ് ഫാക്ടർ ആണ്. അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫ്രീക്വൻസി ഫാക്ടർ. അപ്പൊ എന്താണ് എ എന്ന് അറിഞ്ഞിരിക്കണം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ബൈനറി കൊളിഷനുകളുടെ എണ്ണമാണ് എ എന്ന് പറയുന്നത്. ബൈനറി കൊളിഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടും. ആ രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ എത്രത്തോളം കൂട്ടിമുട്ടുന്നതിന് റിയാക്ടന്റ് മോളിക്യൂളുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ ഫലമായാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റിയാക്ടന്റ് മോളിക്യൂളുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണത്തിനെ കാണിക്കുന്ന ഒരു ടേമാണ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ, അതാണ് ബൈനറി കൊളിഷൻസ് എന്ന് പറയുന്നത്. ബൈമോളിക്കുലാർ കൊളിഷൻസ് എന്ന് പറയും. ബൈമോളിക്കുലാർ കൊളിഷനുകളുടെ എണ്ണം, എത്ര രണ്ട് മോളിക്യൂളുകൾ വീതമുള്ള കൊളിഷനുകൾ നടക്കുന്നുണ്ട് ഒരു സെക്കൻഡിൽ പെർ വോളിയത്തിൽ, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ എത്ര ബൈമോളിക്കുലാർ കൊളിഷൻ നടക്കുന്നുണ്ട്, എത്ര കൊളിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു ടേമാണ് എന്ന് പറയുന്നത് എ എന്ന് പറയും. ഈ ഇക്വേഷന്റെ ഇത് നമ്മൾ അറീനിയസ് ഇക്വേഷൻ ആണ്. ഈ അറീനിയസ് ഇക്വേഷന് ചെറിയ മാറ്റം വരുത്തി ലോഗ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് ആ ഇക്വേഷനെ വിളിക്കുന്ന അതിനെ നമ്മൾ ലോഗരിതമിക് ഇക്വേഷൻ ഓഫ് അറീനിയസ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ലോഗരിതമിക് ഇക്വേഷൻ ഫോർ അറീനിയസ് എക്സ്പ്രഷൻ. ലോഗരിതമിക് ഇക്വേഷൻ ഫോർ അറീനിയസ് എക്സ്പ്രഷൻ log K = log A minus EA divided by 2.303 RT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. log K = log A minus EA by 2.303 RT. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ ആണ്. E എന്ന് പറയുന്ന ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്താണെന്ന് ഞാൻ പറയാം. R എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ് കാണുമല്ലോ. ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്ന ലോഗ് കെ ആണ്, എക്സ് ആക്സിൽ എടുക്കുന്ന 1/, ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ലോഗ് കെ അഗൈൻസ്റ്റ് 1/, ടെമ്പറേച്ചർ വരച്ചു കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ ആണെങ്കിലും, അതിപ്പോ ഏത് റിയാക്ഷൻ ആണെങ്കിലും നമുക്ക് ഒരു താഴോട്ട് വരുന്ന ഒരു ലൈനാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഇന്റർസെപ്റ്റ്, ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ഈ ഇന്റർസെപ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് EA by 2.303 R ആയിരിക്കും. മൈനസ് EA by 2.303 R ആയിരിക്കും ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. 2.3 മൈനസ് EA by 2.303 R ആയിരിക്കും ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകൾ വേറൊരു ഇക്വേഷനോട് അറിഞ്ഞിരിക്കണം. അപ്പൊ രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകൾ K1 ഉം K2 നിങ്ങൾക്ക് തരെയാണ്. T1 T2 എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചറിൽ
T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1 ആണെന്ന് വിചാരിക്കുക. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെയുള്ള റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ K2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. log K1/K2 is equal to EA divided by 2.303 R into T1 minus T2 divided by T1 T2. ഓക്കെ, EA നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ആക്ടിവേഷൻ എനർജി എന്താണെന്നുള്ളത് അടുത്തൊരു കൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ അവിടെ പറയും. ഇനിയിപ്പോ log K2/K1 ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ഇവിടെ K1/K2 ആണ് എടുക്കണമെങ്കിൽ T1 minus T2 എടുക്കണം. K2/K1 ആണ് വരണമെങ്കിൽ ബാക്കിയെല്ലാം അതേപോലെ വരും. EA/2.303 R into K1/K2 ആണെങ്കിൽ T1 minus T2 എടുക്കണം. K2/K1 ആണെങ്കിൽ എന്തെടുക്കും? T2 minus T1 divided by T1 T2. ക്ലിയർ ആണ്? ഇങ്ങനെയാണ് നമ്മൾ രണ്ട് റേറ്റ് കോൺസ്റ്റന്റുകൾ രണ്ട് ടെമ്പറേച്ചർ നമ്മൾ റിലേഷൻ പറയുന്നു. ഇനി അടുത്തത് റിയാക്ഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് തിയറികൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ തിയറി നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്നാണ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്നാ പറയുന്നത്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്ടന്റ് ഇപ്പൊ ഈ തിയറി പറയാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ രണ്ട് H2 I2 കൂടെ ചേർന്ന് HI ആവുന്ന രണ്ട് HI ആവുന്ന റിയാക്ഷൻ എടുക്കുകയാണ്. H2 I2 കൂടെ ചേർന്ന് രണ്ട് HI ആവുന്ന റിയാക്ഷൻ എടുക്കുകയാണ്. അപ്പൊ ഈ തിയറി ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി പറയുന്നത് ഈ റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടക്കത്തില്ല. പെട്ടെന്ന് ഈ H2 I2 കൂടെ ചേർന്ന് HI ആവൂല. എന്താ അവിടെ സംഭവിക്കുന്നത്? H2 എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതാണ് H, ഇതാണ് H2. I2 എന്ന് പറയുന്ന മോളിക്യൂൾ കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ആവൂല. റിയാക്ടന്റ് ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ആവൂല. ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതും അടുത്തടുത്ത് വരും. ഈ മോളിക്യൂളും അടുത്തടുത്ത് വരും. അപ്പൊ H I എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H-നും I-ക്കും ഇടയിലുള്ള ബോണ്ട് ഫോം ചെയ്തു തുടങ്ങും. ഈ H-നും I-ക്കും ഇടയിലുള്ള ബോണ്ട് ഫോം ചെയ്തു തുടങ്ങും. ഈ H-നും H-നും ഇടയിലുള്ള ബോണ്ട് വീക്ക് ആയി തുടങ്ങും. ഈ H-നും I-ക്കും ഇടയിലുള്ള ബോണ്ട് വീക്ക് ആയി തുടങ്ങും. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതിന് എനർജി വളരെ കൂടുതലാണ്. അപ്പൊ H2 I2 ചേർന്ന് HI ആവുന്ന സമയത്ത് H2 I2 അടുത്തടുത്ത് വരും. എന്നിട്ട് അവന്മാര് ചേർന്ന് ഒരു എനർജി കൂടിയ ഒരു അവസ്ഥയിലോട്ട് പോയി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയും. അപ്പൊ എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് മനസ്സിലായില്ലേ? റിയാക്ടന്റ് ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ആവില്ല. റിയാക്ടന്റുകൾ പരസ്പരം ചേർന്ന് ആദ്യം ഒരു എനർജി കൂടിയ ഒരു വസ്തുവാകും. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യും. അതായത് ഈ ബോണ്ട് മുറിയും, ഈ ബോണ്ട് അങ്ങ് ഉണ്ടാവും. അപ്പൊ HI പ്ലസ് HI, ഇങ്ങനെയാണ് രണ്ട് HI ഇവിടെ ഉണ്ടാവുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ റിയാക്ടന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പറയുന്നത് എന്താ? റിയാക്ടന്റ് ഡയറക്റ്റ് ചേർന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റ് ആവുകയല്ല. റിയാക്ടന്റ് ആദ്യം ചേർന്ന് ഒരു എനർജി കൂടിയ ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ആവും. എന്നിട്ട് അതെന്താവും? പ്രൊഡക്റ്റ് ആവും. ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും കേട്ടോ. X ആക്സിസില് ടൈമും Y ആക്സിസിൽ നമ്മള് റിയാക്ഷന്റെ Y ആക്സിൽ നമ്മൾ എനർജിയും വെച്ച് ഗ്രാഫ് വരയ്ക്കും. Y ആക്സിൽ നമ്മൾ എനർജിയും വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും റിയാക്ടന്റ് ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ റിയാക്ടന്റ് എനർജി എപ്പോഴും കൂടുതലാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ റിയാക്ടന്റ് എന്താവും? പ്രോഡക്റ്റ് ആവും. റിയാക്ടന്റ് എന്ന് പറയുന്ന സാധനം പ്രോഡക്റ്റ് ആവുമ്പോൾ അതിന്റെ എനർജി കുറഞ്ഞു. അപ്പൊ റിയാക്ടന്റ് ഡയറക്റ്റ് പ്രോഡക്റ്റ് ആവൂ? ഇല്ല. റിയാക്ടന്റ് ആദ്യം റിയാക്ടന്റ് പ്രവർത്തിച്ച് എനർജി കൂടിയ ഒരു അവസ്ഥ എത്തും. എന്നിട്ട് ആ എനർജി കൂടിയ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്ന് പറയും, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ആ സാധനം പെട്ടെന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോ റിയാക്ടന്റ് ഡയറക്റ്റ് പ്രോഡക്റ്റ് ആവണമല്ല. റിയാക്ടന്റ് എനർജി കൂടി വന്നിട്ട് മാക്സിമം എത്തിയിട്ട് എനർജി കുറഞ്ഞു അവസാനം എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഈ ഡയഗ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം എന്ന് പറയും. ഈ ഡയഗ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം എന്ന് പറയും. ഇവിടെ ഇത്രയും എനർജി റിയാക്ടന്റിനുള്ള എനർജി അല്ലേ? ഇത്ര എനർജി റിയാക്ടന്റ് മോളിക്യൂൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും.
മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ടന്റ് എനർജി വേണ്ടത്. ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പൊ റിയാക്ടന്റിനുള്ള ഇത്ര എനർജി നമ്മൾ വിളിക്കുന്ന പേര് കൈനറ്റിക് എനർജി. ഇത്ര എനർജി കൂടെ ഉണ്ടെങ്കിലല്ലേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പൊ എന്താ ആക്ടിവേഷൻ എനർജി എന്ന് വെച്ചാൽ റിയാക്ടന്റിന് ഇത്ര എനർജി ഉണ്ട്, അതിന് ഇത്രയും കൂടെ എനർജി കിട്ടിയാലേ അത് എന്താവത്തുള്ളൂ, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ആവത്തുള്ളൂ, എന്നിട്ടേ അത് പ്രൊഡക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ റിയാക്ടന്റിനുള്ള മിനിമം എനർജിയെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിലേ അത് ഈ സാധനം ആവത്തുള്ളൂ, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ആവത്തുള്ളൂ. അപ്പൊ അഡീഷണൽ റിയാക്ടന്റ് വേണ എനർജിയാണെന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി. അപ്പോൾ റിയാക്ടന്റുകൾ തമ്മിൽ ചേർന്ന് ആക്റ്റീവറുടെ കോംപ്ലക്സ് ആവാൻ വേണ്ടിയിട്ട് അഡീഷണൽ അതിന് എവിടെന്നെങ്കിലും കിട്ടേണ്ട എനർജിയാണ് എന്തെന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ഇത്രയും എനർജി ടോട്ടൽ ഉണ്ടെങ്കിലല്ലേ റിയാക്ഷൻ നടക്കൂ. ഈ എനർജി നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കും. അപ്പൊ ആകെ റിയാക്ടന്റ് വേണ്ട എനർജി എന്താണ്? ത്രെഷോൾഡ് എനർജി. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതിക്കൂടെ? ഈ കൈനറ്റിക് എനർജിയും ത്രെഷോൾഡ് എനർജിനെ കൂട്ടുമ്പോഴല്ലേ ഈ ടോട്ടൽ വില കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ആക്ടിവേഷൻ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. റിയാക്ഷനിൽ പങ്കെടുത്ത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവാൻ വേണ്ട എനർജിയെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കും. റിയാക്ടന്റ് വേണ്ട അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്ടിവേഷൻ എനർജി. അപ്പൊ ഇതിന് നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇവിടെ കൂട്ടിയൊക്കെയല്ലേ, ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ത്രെഷോൾഡ് എനർജി മൈനസ് കൈനറ്റിക് എനർജി ആണ് എന്തെന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് മനസ്സിലായേ? റിയാക്ടന്റിന് ആൾറെഡി ഉള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ റിയാക്ടന്റ് എന്താവത്തുള്ളൂ? ട്രാൻസിഷൻ സ്റ്റേറ്റ് ആവത്തുള്ളൂ, എന്നാലേ പ്രോഡക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആവാൻ വേണ്ടി അഡീഷണൽ വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ആകെ റിയാക്ഷൻ നടക്കാൻ വേണ്ട എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. ത്രെഷോൾഡ് എനർജി ഉണ്ടെങ്കിലേ റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കാറ്റലിസ്റ്റിന്റെ എഫക്ട് പഠിക്കണം. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി അതിലോട്ട് ചേർക്കുന്ന വസ്തുക്കളാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഡയഗ്രാം വരച്ചല്ലോ, ടൈം അഗെയിൻസ്റ്റ് എനർജി വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചില്ലേ? ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചില്ലേ? ഇത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാത്തപ്പോൾ ഉള്ളതാണ്, വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് ഉപയോഗിക്കാത്തപ്പോൾ ഉള്ള ഗ്രാഫാണ്. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രാഫിന് എന്ത് മാറ്റം വരും നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ വലിയ പീക്ക്, അതായത് ഈ ഇത്രയും ഒരു ഉയരം നേരത്തെ വേണമായിരുന്നു, ഇപ്പൊ ഇത്ര എനർജി മതി. ഈ എനർജി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ പൊക്കത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ആക്ടിവേഷൻ എനർജി അല്ലേ? അതായത് ഇത്രയും ആക്ടിവേഷൻ എനർജി ആദ്യം വേണമായിരുന്നു, ഇപ്പൊ ഇത്ര ആക്ടിവേഷൻ എനർജി മതി. അതായത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ, അപ്പൊ ഓർത്തോണം, കാറ്റലിസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി കുറച്ച് പുതിയൊരു വഴിയിൽ കൂടി റിയാക്ടന്റിനെ എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? നമ്മുടെ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റ് പെട്ടെന്ന്, നമുക്കറിയാം കാറ്റലിസ്റ്റ് പെട്ടെന്ന് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടും. കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ആക്ടിവേഷൻ എനർജി നേരത്തെ ഇത്രയും വേണമായിരുന്നു, ഇപ്പൊ ആ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ആക്ടിവേഷൻ എനർജിയും കുറഞ്ഞു. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടും റിയാക്ടന്റിനെ പുതിയൊരു വഴിയിൽ കൂടി എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിലൊന്നും യാതൊരു എഫക്റ്റും ഇല്ല. ഒരു വലിയൊരു ഒരു 500 ഗ്രാം റിയാക്ടന്റിനെയൊക്കെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ ചിലപ്പോൾ 2 ഗ്രാം കാറ്റലിസ്റ്റ് ഒക്കെ മതി. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന കാറ്റലിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും, റിയാക്ഷൻ സ്പീഡ് കുറയ്ക്കുന്ന കാറ്റലിസ്റ്റിനെ വിളിക്കുന്ന പേര് എന്താണ്? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നുമാണ്. ഇനി റിയാക്ഷന്റെ ഡെൽറ്റ ജിയുടെ വില നെഗറ്റീവ് ആവാൻ കാറ്റലിസ്റ്റ് സഹായിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് റിയാക്ഷനുകൾ എന്നാണ് അതിനർത്ഥം. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ. ഇപ്പൊ മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു, ആരും ഓടുന്ന വെള്ളത്തിന് താഴേക്ക് തള്ളി വിടുന്നതല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വീഴുന്നതാണ്. അങ്ങനെയുള്ള റിയാക്ഷനുകൾ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് ആരും ഒരു പ്രേരണ കൂടാതെ നടക്കുന്ന പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കിണറ്റിനകത്ത് നിന്ന് വെള്ളത്തിനെ പമ്പ് ചെയ്ത് നമ്മൾ ടാങ്കിലോട്ട് കയറ്റുന്നു, അതെന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആണ്? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷനും ഉണ്ട്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനും ഉണ്ട്. എപ്പോഴും റിയാക്ഷന്റെ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി എന്ന് വെച്ചാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഗിബ്സ് ഫ്രീ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ആവശ്യം വേണ്ട എനർജിയാണ് ഗിബ്സ് ഫ്രീ എനർജി. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ട എനർജിയാണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഗിബ്സ് ഫ്രീ എനർജിയുടെ ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ്. അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആക്കാൻ വേണ്ടി ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആവാൻ വേണ്ടി ആര് സഹായിക്കും? നമ്മുടെ കാറ്റലിസ്റ്റ് സഹായിക്കും. അപ്പൊ കാറ്റലിസ്റ്റ് വിൽ ഹെൽപ് ടു അറ്റൈൻ നെഗറ്റീവ് വാല്യൂ ഓഫ് ഡെൽറ്റ ജി. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന് യാതൊരുവിധ എഫക്റ്റും ഇല്ല.
ഇനി നമുക്ക് പഠിക്കാനുള്ള തിയറി എന്ന് പറഞ്ഞാൽ കൊളിഷൻ തിയറിയാണ്. കൊളിഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് മാക്സ് ട്രോട്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും വില്യം ലൂയിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റുമാണ്. അപ്പൊ രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നാണ് കൊളിഷൻ തിയറി കൊണ്ടുവരുന്നത്, മാക്സ് ട്രോട്സ് ആൻഡ് വില്യം ലൂയിസ്. കൊളിഷൻ തിയറി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാണ്: റിയാക്ടന്റ് കൂട്ടിമുട്ടിയാണ് പ്രോഡക്റ്റ് ആവുന്നത്. റിയാക്ടന്റുകൾ കൊളൈഡ് ചെയ്താണ് പ്രോഡക്റ്റ് ആവുന്നത്. പക്ഷെ എല്ലാ കൂട്ടിമുട്ടലുകളും പ്രോഡക്റ്റ് ഉണ്ടാക്കത്തില്ല. ഇപ്പൊ എല്ലാ റിയാക്ടന്റും കൂട്ടിമുട്ടുന്നു, പക്ഷെ എല്ലാ കൂട്ടിമുട്ടലുകളും എന്താവത്തില്ല, എല്ലാ കൊളിഷനുകളും പ്രോഡക്റ്റ് ആവൂല. എഫക്റ്റീവ് കൊളിഷൻ മാത്രമേ പ്രോഡക്റ്റ് ആവത്തുള്ളൂ. ഒരു കൊളിഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ, ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്നാ പറയുന്നത്. ഒരു കൊളിഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ അത് പാലിച്ചിരിക്കേണ്ട കണ്ടീഷൻ ഒന്ന്, മിനിമം എനർജി വേണം. റിയാക്ടന്റ് മോളിക്യൂളുകൾക്ക് മിനിമം ഒരു എനർജി, കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോഡക്റ്റ് ആവാൻ പറ്റത്തുള്ളൂ, കൂട്ടിമുട്ടി പ്രോഡക്റ്റ് ആവത്തുള്ളൂ. അത് മാത്രമല്ല, റിയാക്ടന്റ് മോളിക്യൂൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വന്ന് കൂട്ടിമുട്ടിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, പ്രോഡക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു കൊളിഷൻ എഫക്റ്റീവ് കൊളിഷൻ ആയാൽ മാത്രമേ പ്രോഡക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ റിയാക്ടന്റുകൾ തമ്മിലുള്ള കൊളിഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എന്താ? റിയാക്ടന്റ് മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ മിനിമം കൈനറ്റിക് എനർജി. റിയാക്ടന്റ് മോളിക്യൂളുകൾക്ക് ഒരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കണം. അതേപോലെ റിയാക്ടന്റ് മോളിക്യൂൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വന്ന് എന്ത് ചെയ്യണം? കൂട്ടിമുട്ടണം. ക്ലിയർ അല്ലേ? ഈ എഫക്റ്റീവ് കൊളിഷന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്പീഡ് കൂടും. കൊളിഷൻ തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനും കൂടെ ഇവർ ഉണ്ടാക്കിയെടുത്തായിരുന്നു. ഇവരുണ്ടാക്കിയ കൊളിഷൻ തിയറിയുടെ ഇക്വേഷനോട് ഓർത്തു വെച്ചാൽ K = P × ZAB × e⁻ എയും ബിയും കൂടെ ചേർന്ന് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്ന് പറയുന്ന വസ്തുവും B എന്ന് പറയുന്ന വസ്തുവും കൂടെ ചേർന്ന് പ്രൊഡക്റ്റ് ആവുന്നു. ആ റിയാക്ഷനിൽ Kയുടെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. K = P × ZAB × e⁻ P എന്ന് വെച്ച് കഴിഞ്ഞാൽ P is called probability factor. കൂട്ടിമുട്ടാനുള്ള സാധ്യത, റിയാക്ടന്റ് കൂട്ടിമുട്ടാനുള്ള സാധ്യത പറഞ്ഞു തരുന്നു. സ്റ്റെറിക് എഫക്റ്റിനെ പറ്റി പറഞ്ഞു തരുന്നു. സ്റ്റെറിക് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം തിങ്ങി ഞെരുങ്ങിയാണ് റിയാക്ടന്റ് മോളിക്യൂളുകൾ ഇരിക്കുന്നത്, എത്രത്തോളം കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ടേം ആണ് എന്ന് പറയുന്നത് P എന്ന് പറയുന്നത്. ZAB എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളിഷൻ ഫ്രീക്വൻസി എന്നാണ്. കൊളിഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ A ആൻഡ് B. അതായത് കൊളിഷനുകളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ നടക്കുന്ന കൊളിഷനുകളുടെ എണ്ണം. നമ്മൾ നേരത്തെ അറീനിയസ് ഫാക്ടർ പഠിച്ചില്ലേ? ആ അറീനിയസ് ഫാക്ടർ തന്നെയാണിത്. ZAB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ നടക്കുന്ന കൊളിഷനുകൾ, ബൈ മോളിക്കുലർ കൊളിഷനുകളുടെ എണ്ണമാണ് ZAB എന്ന് പറയുന്നത്. ഇനി e⁻ EART എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയേക്കാളും കൂടുതലോ ഉള്ള മോളിക്യൂളുകളുടെ എണ്ണമാണിത്. ആക്ടിവേഷൻ എനർജിയേക്കാളും കൂടുതലോ ഉള്ള മോളിക്യൂളുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് e⁻ EART. e⁻ is the activation energy of molecule having activation energy or greater than activation energy. Number of molecule having activation energy or greater than activation energy. നമുക്കറിയാലോ, ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ടന്റ് എന്താവത്തുള്ളൂ, പ്രോഡക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂളുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജിയെക്കാളും കൂടുതലുള്ള മോളിക്യൂളുകളുടെ എണ്ണമോ ആണ് എന്തെന്ന് പറയുന്നത് e⁻ EART എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, ശരി.